കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ആൾമാറാട്ടവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളായ മുൻ SFI നേതാവ് A. വിശാഖും പ്രിൻസിപ്പൽ JJ ഷൈജുവും കീഴടങ്ങി. കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലാണ് ഇരുവരും കീഴടങ്ങിയത്. ഒന്നാം പ്രതി മുൻ പ്രിൻസിപ്പൽ JJ ഷൈജു, വിശാഖ് എന്നിവരുടെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. രണ്ടു പ്രതികളും ഈ മാസം 4-ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാവണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് കീഴടങ്ങിയത്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി വിജയിച്ച AS അനക്കയുടെ പേര് മാറ്റി SFI ഏരിയ സെക്രട്ടറി വിശാഖിന്റെ പേര് ഉൾപ്പെടുത്തി സർവകലാശാലയ്ക്ക് ലിസ്റ്റ് സമർപ്പിച്ചെന്നാണ് കേസ്. ആൾമാറാട്ട കേസിൽ കോളേജ് പ്രിൻസിപ്പൽ JJ ഷൈജുവും ഒന്നാം പ്രതിയാക്കിയും ആൾമാറാട്ടം നടത്തിയ വൈശാഖ് രണ്ടാം പ്രതിയുമായാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ആൾമാറാട്ടം, വ്യാജരേഖ ചമക്കൽ, കേരള സർവകലാശാലയെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നിവയിലുമാണ് കേസ്. സംഭവത്തിൽ വിശാഖിനെയും ആൾമാറാട്ടത്തിന് കൂട്ടുനിന്ന പ്രിൻസിപ്പൽ JJ ഷൈജുവിനെയും കോളേജ് സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഗുരുതരമാണെന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് വിലയിരുത്തിയിരുന്നു. കടുത്ത നടപടി സ്വീകരിക്കാനാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സർവകലാശാല കോളേജ് മാനേജ്മെന്റിന് കത്ത് നൽകിയിരുന്നു. ഉചിതമായ നടപടി സ്വീകരിച്ച് സർവകലാശാലയെ അറിയിക്കണമെന്നാണ് രജിസ്ട്രാർ നിർദ്ദേശിച്ചത്. ഇല്ലെങ്കിൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതോടെയാണ് പ്രിൻസിപ്പൽ JJ ഷൈജുവിനെ സസ്പെൻഡ് ചെയ്യാൻ CSI മാനേജ്മെന്റ് തീരുമാനിച്ചത്.